ശബരിമലയിലെ സ്വർണ്ണപ്പാളിയുടെ തൂക്കം കുറഞ്ഞതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസ് സ്പീക്കർ തള്ളി. കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയം അംഗീകരിക്കാൻ കഴിയില്ല എന്നായിരുന്നു സ്പീക്കറുടെ നിലപാട്. അയ്യപ്പ സംഗമം മുടക്കാനുള്ള ശ്രമം പൊളിഞ്ഞതിന്റെ ജാള്യതയാണ് പ്രതിപക്ഷത്തിനെന്ന് ഭരണപക്ഷം ആരോപിച്ചു. സ്വർണ്ണം അടിച്ചുമാറ്റിയതിന്റെ പാപം തീർക്കാനാണ് അയ്യപ്പ സംഗമം നടത്തുന്നതെന്ന് പ്രതിപക്ഷം തിരിച്ചടിച്ചു. ശബരിമലയിലെ ദ്വാരകശില്പത്തിലെ സ്വർണ്ണപ്പാളിയിൽ നിന്ന് 4 കിലോ സ്വർണം നഷ്ടമായെന്ന വിഷയം ഹൈക്കോടതിയാണ് ഉയർത്തിയത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിയമസഭയിൽ ഇന്ന് അടിയന്തര പ്രമേയത്തിന് ഈ വിഷയത്തിൽ നോട്ടീസ് നൽകി. എന്നാൽ കോടതിയുടെ പരിഗണനയിലിരിക്കുന്നതുകൊണ്ട് അംഗീകരിക്കില്ലെന്ന് സ്പീക്കർ. ചട്ടം 50 പ്രകാരം ഇന്ന് നോട്ടീസ് ലഭിച്ച ഇത് സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ സജീവ പരിഗണനയിരിക്കുന്ന ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ കേരള നിയമസഭയുടെ നടപടിക്രമവും കൃത്യനിർവഹണവും സംബന്ധിച്ച ചട്ടങ്ങളിലെ 52 ക്ലോസ് 7 പ്രകാരം നോട്ടീസ് സ്വീകാര്യയോഗമല്ലെന്ന് അറിയിക്കുന്നു. പരിഗണിക്കില്ലെന്ന് അറിഞ്ഞിട്ടാണ് പ്രതിപക്ഷം നോട്ടീസ് നൽകിയതെന്ന് പാർലമെന്ററി കാര്യമന്ത്രി എം ബി രാജേഷ്. അടിയന്തര പ്രമേയം ചർച്ചയ്ക്കെടുത്തതിന്റെ ക്ഷീണം തീർക്കാൻ, അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഇത്തവണ ഈ അനുവദിക്കാനാവില്ല, സബ്സിഡീസ് ആണ് എന്നറിഞ്ഞ വിഷയം ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ളത്. സ്പീക്കറുടെ നടപടിയെ സ്വാഗതം ചെയ്ത് ദേവസ്വം മന്ത്രി. ഇതെടുത്തു കഴിഞ്ഞാൽ സബ്സിഡീസ് ആവുന്നു. അങ്ങയുടെ റൂളിംഗ് ഇവിടെ സൂചിപ്പിച്ച പോലെ റൂൾ 52 അനുസരിച്ച് വളരെ ശരിയാണ്. അതിനെ സ്വാഗതം ചെയ്യും. സ്വർണം അടിച്ചുമാറ്റിയവരാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതെന്ന് പ്രതിപക്ഷ നേതാവ്. ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ പിന്തുണയോടുകൂടി 4 കിലോ സ്വർണം ശബരിമലയിൽ നിന്ന് അടിച്ചു മാറ്റിയിട്ട് ഈ സഭയിൽ ഇത് അനുവദിക്കില്ല എന്ന് പറയുന്നത് വളരെ തെറ്റായ ഒരു കീഴ്വഴക്കമാണ്. കോടതി തീർപ്പാക്കിയ വിഷയം പരിഗണിക്കാത്തത് ഭയം കൊണ്ടാണെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. സ്പീക്കറുടെ നടപടിയിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി. മീഡിയ 1 തിരുവനന്തപുരം.